തെളിവുകൾ മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ ജോലിൻ്റെ ഇടയിലായിരുന്നു. ഇപ്പം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത്. ഇപ്പം ഈ ഒരു ന്യൂസ് കണ്ടപ്പം വേഗം വന്ന് ഫോൺ ഇവിടെ അങ്ങ് വെച്ച് അങ്ങ് സംസാരിക്കുകയാണ്. ഒരു 15 മിനിറ്റിനുള്ള ഈ വീഡിയോ പരിപാടി തീർത്തു വേണം, കാരണം എൻ്റെ സാറ് ഇപ്പോൾ ഇവിടെ ഇറങ്ങി വരും. ഇപ്പോൾ ഈ മേഘയുടെ വിഷയം ഞാനിങ്ങനെ ലൂപ്പായി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും വീഡിയോ ഇടുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ദ റീസൺ എനിക്കൊരു വീഡിയോയും ഒന്നിലധികം കണ്ടന്റുകൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകണം തോന്നല്ല. പക്ഷേ ഈ ഒരു വീഡിയോ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് അവയർനെസ് ആണത്. കാരണം ഇന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറയുന്നത് അന്ധമായിട്ടും അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒന്നെങ്കിൽ ബോയ് അല്ലെങ്കിൽ ഗേൾ, മരണത്തിലോട്ട് പോവുകയും അല്ലെങ്കിൽ അത് കൊലപാതകത്തിലോട്ട് പോവുകയും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിലോട്ട് പോകലും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാറ്റിക്കലിലോട്ടൊക്കെ പോകുന്നുണ്ട്. പ്രണയത്തിൻ്റെ ഒരു വേവ് ലെങ്തേ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ കേസിനെ പറ്റി അല്ലെങ്കിൽ ഈ കേസിൽ ഓരോ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഓരോ കണ്ടുപിടുത്തവും വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. മരണകാരണം അദ്ദേഹത്തിന്റെ പ്രേരണ, അതായത് ഈ സുഗാന്ത് സുരേഷിന്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം സുശാന്താണ് പ്രേരണ. അതിപ്പോൾ അറിയാലോ, അവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് ഈ പെൺകുട്ടികളുടെ ഒരു പ്രണയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രണയം തുടങ്ങുന്ന ആ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് അവരിങ്ങനെ ചിന്തിച്ച് ഇമാജിൻ ചെയ്തിട്ട് ചിലപ്പോൾ അവനുമായിട്ട് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഇമാജിൻ ചെയ്തൊരു വലിയൊരു കൊട്ടയങ്ങ് ഉണ്ടാക്കി വെക്കും. അപ്പം അതിനെയാണ് ഈ പ്രതീക്ഷ എന്ന് പറയുക. അപ്പം അത്രത്തോളം അവൾക്ക് പ്രതീക്ഷ തന്ന, അല്ലെ അവളെ സന്തോഷിപ്പിച്ച, അവളുടെ സാമ്പത്തികം മുഴുവൻ അവൾ അത്രത്തോളം അവന് കൊടുത്തത് അന്ധമായി അല്ലെ ഭ്രാന്തം തന്നെ പറയാം, ഭ്രാന്തമായുള്ള അവനോട് പ്രണയത്തിൻ്റെ പുറത്താണ്. അപ്പം ആ പ്രണയം അങ്ങ് ബ്രേക്കപ്പായി അവന് വേറെ ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ അവൻ ആ പ്രണയത്തെ നിരസിച്ച സമയത്ത് അവൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ തന്നെയാണ്, പ്രേരണ അവൻ തന്നെയാണ്. പിന്നെ പ്രേരിക്കാൻ പോകരുത്, അതാ കുട്ടീൻ്റെ ഭാഗത്ത് തെറ്റാണ്. കാരണം നമ്മളെ വേണ്ടാത്ത ഒരാളെ നോ എന്ന് പറഞ്ഞ് ജീവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ പ്രേരണയിൽ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ പ്രേരണ അവൻ തന്നെയാണ്. ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ആളെ പിടിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള ഇവനെ പിടിക്കേണ്ടതാണ്. പക്ഷേ അവനെ കിട്ടിയില്ല. എവിടെ പോയിണ്ടാവും? നമ്മളുടെ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഒരു കേസ് വരുമ്പം നമ്മൾ അങ്ങനത്തെ ഒരു 10 കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഇതിൻ്റെ പുറത്തൊരു കാരണം. ഒരു പെൺകുട്ടി ട്രെയിനിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്തു. എന്തൊക്കെയാണ് കാരണം ഉണ്ടാവുക? ഒന്നെങ്കിൽ എക്സാം തോക്കണം, അല്ലെങ്കിൽ ശാരീരികമായൊരു അബ്യൂസ് ഉണ്ടാവണം, വീട്ടിൽ പ്രശ്നം ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രണയം. ഈ 4 വരിക. കുട്ടി പഠിച്ച് ജോലിയിൽ കയറി, അപ്പം അതല്ല. രണ്ടാമത്തെ നോക്കുമ്പോൾ വീട്ടിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മൂന്നാമത്തത് പ്രണയം. ഓക്കെ, പ്രണയം ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരു കേസ് വരുന്ന സമയത്ത് കേസ് സ്റ്റാർട്ടായി അല്ലെങ്കിൽ ആ ഇഷ്യൂ നടക്കുന്ന ആ സെക്കൻഡ് തന്നെ ഇതിന് കാരണക്കാരനായവൻ എസ്കേപ്പ് ആവും, അല്ലെങ്കിൽ അവൻ അഡ്വക്കേറ്റിനെ പിടിക്കും, അല്ലെങ്കിൽ അവൻ എങ്ങനെ രക്ഷപ്പെടാന്നുള്ള ലൂപ്പ് ഹോള് കാര്യങ്ങളൊക്കെ അവൻ നോക്കും നമ്മളെക്കാളും സ്പീഡിൽ. അപ്പം നമ്മളും അതിനനുസരിച്ച് ഫാസ്റ്റ് ആവണം. സുശാന്ത് എന്ന് പറയുന്ന വ്യക്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ എവിടെ പോയി? എത്ര ദിവസമായി ഈ കേസ് തുടങ്ങിയിട്ട്? ഈ കേസിനെ പറ്റി എവിടെയാണ് ഡിസ്കഷനും ചർച്ചയും നടക്കുന്നത്? ഒന്നുമില്ല. സുശാന്ത് എയിലിയോ പോയിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. സ്പീഡാണ്, ഡേറ്റ് ആവരുത്. എന്തായാലും കോടതിയിൽ എത്തിയാൽ ഒരുപാട് സമയങ്ങളും വർഷങ്ങളും മാസങ്ങളും കൊല്ലങ്ങളൊക്കെ എടുത്ത് സുശാന്ത് എല്ലാം കൂടി വെളുത്ത് സുന്ദര കുട്ടപ്പനൊക്കെ ആയി മാറും. ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, മാറും. പക്ഷേ ആളെ കിട്ടിയിട്ട് കൂടിയില്ല. സ്വന്തം മോള് മരിച്ചു കിടക്കുകയാണ്. അച്ഛൻ്റെയും അമ്മേൻ്റെയും വേദനയൊന്ന് ആലോചിച്ച് നോക്ക്. അതിന് കാരണക്കാരനായ അവനെ കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ ഉള്ളൊരവസ്ഥ. അവർ തെളിവുകൾ നിരത്തി കയറുകയാണ്. ചെക്ക് ചെയ്തോളൂ, ക്രോസ് ചെക്ക് ചെയ്തോളൂ, ചെയ്യേണ്ടതൊന്നും പറയുന്നില്ല. കാരണം നമുക്കൊരു കേസിന് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ഇതാണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് തെളിവ് വേണം. പക്ഷേ തെളിവിൻ്റെ കൂടെ ഇത് ചെയ്ത ആളെ വിടരുത്. അയാൾക്ക് ആലോചിക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള സമയം നമ്മൾ ഒരുപാട് കൊടുക്കുന്നത് പോലെയാവും. അതും കൂടെ ഒന്ന് ആലോചിക്കണം. നമ്മളിപ്പോൾ കൊടുത്ത രേഖയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം 306 അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ള അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് വരെ സബ്മിറ്റ് ചെയ്തിട്ടും സുഗാന്തിനെതിരെ കേസ് എടുത്തിട്ടില്ല. അറിയില്ല, കിടക്കട്ടെ. അപ്പം അതിനെപ്പറ്റി പറയുന്നില്ല. സെക്ഷൽ അബ്യൂസ്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പ്രണയം? എന്താ ഇന്നത്തെ സമൂഹം കണക്കാക്കുന്ന പ്രണയത്തിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണ്?
കാരണം ഇന്നത്തെ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കേസ് വരികയാണെങ്കിലും അതിൻ്റെ എൻഡിൽ വാലായിട്ട് ഈ ഒരു സാധനമുണ്ട്, സെക്ഷൽ അബ്യൂസ്. ഇപ്പോൾ പെൺകുട്ടിയാണ് മരിച്ചതെങ്കിൽ ആൺകുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്തു, അവൾ ഒഴിവാക്കി, അതിൻ്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്ന രീതിയിലൊക്കെ ഈ കേസുകൾ ഫ്രണ്ടോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫൈൻ, നമ്മൾ അതിൻ്റെോട്ട് പോകുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു തലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലം പറയുകയാണെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് പുരുഷനും സ്ത്രീയും സ്വന്തമായി ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരു സാധനമാണ് സെക്സ് എന്ന് പറയുന്നത്. പ്രണയം ബ്രേക്ക് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് സെക്ഷൽ അബ്യൂസിലോട്ട് പോകുന്നുണ്ട്. അപ്പം അതൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഞാൻ എല്ലാ കേസ് വരുന്ന സമയത്തും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണിത്. റിലേഷൻഷിപ്പുള്ള സമയത്ത് അവർ രണ്ടുപേരും തമ്മിൽ ചെയ്യുന്ന സെക്സിനെ ഈ ബ്രേക്കപ്പായി അല്ലെ പെണ്ണ് ആത്മഹത്യ ചെയ്ത് കഴിയുന്ന സമയത്ത് അതെങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് ആവുക? രണ്ടുപേരുടെയും ഇൻട്രസ്റ്റിൽ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അല്ലേ അതായിരിക്കരുത്. പെണ്ണിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി നിർബന്ധിപ്പിച്ച് നമ്മൾ കേൾക്കുന്ന കുറേ ന്യൂസുകളില്ല, അങ്ങനെ എന്തെങ്കിലും ആണ്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ ചെക്കനെയോ പെണ്ണിനെയോ ഒന്നും കുറ്റം പറയാനില്ല. ഇന്നത്തെ ഏതൊരു പ്രണയബന്ധത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് തന്നെ ഈ ഒരു ലെവലിലോട്ട് പോകുന്നതാണ് നമ്മൾ കൂടുതലും കാണാൻ പറ്റുക. കാരണം അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് പേടിയില്ലായ്മ, അധിക സ്വാതന്ത്ര്യം. ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയും, എക്സാക്റ്റായിട്ട് ഞാൻ പറയും. കാരണം ഞാനിപ്പോൾ 26 വയസ്സായി ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. 3 കൊല്ലമായിട്ട് ഒരു സൈക്കാട്രിക് സ്ഥാപനത്തിലെ കൗൺസിലറാണ്. എൻ്റെ വർക്ക് കഴിയുക 5 മണിക്കാണ്. ഞാൻ 2 ബസ് എങ്ങനെയെങ്കിലും ഫസ്റ്റ് ബസ്സിലും അതിലൊക്കെ കയറി ഞാൻ എത്തുകയാണെങ്കിൽ ഒരു 6 മണിയാവുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തണം. 6 മണി കഴിഞ്ഞാൽ ആദ്യത്തെ കോൾ അച്ഛൻ്റെ വരും, രണ്ടാമത്തെ കോൾ അമ്മേൻ്റെ വരും, മൂന്നാമത്തെ കോൾ എൻ്റെ ബ്രദർ വീട്ടിലുണ്ടെങ്കിൽ ബ്രദറിൻ്റെ കോൾ വരും. ആ കോൾ കാണുമ്പോഴേക്ക് ഞാൻ എടുത്തിട്ട് പറയും ഞാൻ വന്നുകൊണ്ടിരിക്കുക, ഞാൻ അവിടെ എത്തി ഇവിടെ എത്തി. കാരണം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിക്കാനോ എന്തിനെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴുകുമല്ലോ. ആ ഒരു ഭയം, ആ ഒരു പേടി ഇന്നത്തെ തലമുറയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ചില ദിവസമൊക്കെ ഞാൻ നേരത്തെ സ്റ്റാൻഡിലെത്തി എൻ്റെ ഫ്രണ്ട് അഞ്ജനേനെ അവൾ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കുന്ന സമയത്ത് എൻ്റെ റൂട്ടിൽ പോകുന്ന കുട്ടികൾക്ക് ബസ് ഉണ്ടായിട്ടും ബസ്സിൽ കയറാണ്ട് മൂലയ്ക്ക് നിൽക്കുന്ന കാണാൻ പറ്റും. എത്രയോ കപ്പിൾസ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാണാൻ പറ്റും. അപ്പം അതിനൊക്കെയുള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്താണെങ്കിലും പല കുട്ടികളും ചെയ്യുന്ന പല ചേഷ്ടകളും കളിയും കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഓഫ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ധൈര്യം, ആർക്കും ഒരു പേടിയില്ല, ഒന്നിനും ഒരു ഭയമല്ല. സോ ഫാമിലീൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു സ്ട്രിക്ട്നെസ് ഇപ്പോഴത്തെ പാരൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്ന് കരുതി സ്ട്രിക്റ്റായിട്ട് പിടിച്ച് വലിച്ച് മുറുക്കി കെട്ടിയിടണം എന്നൊരഭിപ്രായമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികൾക്കൊരു ഭയമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ഇമോഷൻ വളരെ കുറവാണ്. പെട്ടെന്ന് ലൊക്കേഷൻ മാറ്റേണ്ടി വന്നു, കാരണം എനിക്കൊരു ക്ലയൻറ്റ് വന്നു. അപ്പം അവിടെ റിസപ്ഷനിൽ ഇരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫ്രീഡം ഭയങ്കര കൂടുതലാണ്. കാരണം എന്ത് ചെയ്താലും അങ്ങനെ ഒരു ചീത്തയോ വഴക്കോ ഒന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ഫ്രീഡമാണ്. എന്തിനുള്ളൊരു സ്പേസും ഫ്രീഡവും കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പാരൻസൊക്കെ ഒരു 1980s 20s വന്നതുകൊണ്ടായിരിക്കും ഫ്രീഡം വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ അവരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്യാനും കൂടെ പറ്റണം. ഇപ്പോഴും പറയുന്നത് പോലെ തലമുറ മാറി. പണ്ട് 1900-ലും 1800-ലുള്ള പോലത്തെ കത്തെഴുതുന്ന പ്രണയമൊന്നുമല്ല. ഇന്നത്തെ പ്രണയത്തിൻ്റെ ലെവലും എക്സ്ട്രീമിറ്റിയും അവർ ചെയ്യുന്ന കാര്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഞാൻ ഈ കുട്ടികളുടെ കൗൺസിലിംഗ് കേസസൊക്കെ ചെയ്യുന്ന സമയത്ത് സംസാരിച്ച് ഇവർ ചെയ്യുന്ന കള്ളത്തരങ്ങൾ വരെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറങ്ങി എന്ന് മനസ്സിലാകുമ്പോൾ ടേബിളിൽ വെച്ച് അച്ഛൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് റൂമിലിരുന്ന് സംസാരിച്ചിട്ട് കൊണ്ടുപോയി വെക്കുക. ആരും അറിയാണ്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലോഗ് ഔട്ട് ചെയ്യുക. സ്ക്രീന് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് വെച്ചാൽ 2 സ്ക്രീനാക്കി ഇട്ടുകൊണ്ട് മുകളിൽ നോക്കുമ്പോൾ വീഡിയോയാണ് കാണുന്നത്, പക്ഷേ അതിൻ്റെ താഴെ രണ്ടാമത്തെ സ്ക്രീനിൽ ചാറ്റ് ചെയ്യുക. ഇങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാം ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്നത്. കാരണം അഡ്വാൻസ്മെൻ്റ് ആണ്, മോഡേൺ ടെക്നോളജീസാണ്. ഇതിനിടയിൽ വരുന്ന സമയത്ത് നമ്മളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും നോക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെയൊക്കെ കഴിയാണ്ട് വരുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകട സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എപ്പോഴും പറയും മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെയും അമ്മേനെയും പറയുക എന്നുള്ളത് ഇസ് നോട്ട് എ റോങ് തിങ്. കാരണം അവരുടെ ഗൈഡൻസാണ്. ഐ ബിലീവ്. എനിക്കിപ്പോഴും എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ ഏട്ടനെയും എനിക്ക് ഭയങ്കര പേടിയാണ്. സോ തുറന്നു പറയാമല്ലോ, എനിക്ക് പേടിയാണ്. കാരണം ദാറ്റ് ഹെൽപ്സ് മീ.
അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ പല കാര്യങ്ങളിലും തന്നെ. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഇന്നത്തെ പ്രണയമൊക്കെ നേരെ ഇങ്ങനത്തെ കാര്യത്തിലോട്ട് പോകുന്നതെന്ന്. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും വലുതായിട്ടുള്ളത് അവളുടെ ബോഡി എന്നാണ്. അപ്പോൾ അത് ഈ സെക്സ് ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പുരുഷൻ ബ്രേക്കപ്പായി പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്കും പെട്ടെന്നൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം ആ കുട്ടിക്ക് വിഷമവും സങ്കടവും ഒക്കെ സഹിക്കാണ്ട് വന്ന സമയത്ത് ഒരു മരണത്തിലോട്ട് പോയിട്ടുണ്ടാവുക. സോ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളോടും അല്ലെങ്കിൽ പാരൻസിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവും കൊണ്ടൊക്കെയാണ് നമ്മുടെ ഫാമിലി നമുക്ക് വേണ്ട ഫ്രീഡവും സ്പേസും ഒക്കെ തരുന്നത്. അത് അനാവശ്യമായി ഒരിക്കലും യൂസ് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ എന്തൊക്കെ ഫ്രീഡവും സ്പേസും കൊടുത്താലും പ്രോപ്പറായിട്ടുള്ളൊരു പാരൻറ്റിങ് ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തുന്നത് വരെ ഒരു കുട്ടിക്ക് കൊടുത്തേ പറ്റൂ. പ്രണയിച്ചോളൂ, പ്രണയിക്കേണ്ടെന്നൊന്നും പറയാനുള്ള റൈറ്റൊന്നും എനിക്കില്ല. പക്ഷെ പ്രണയത്തിൻ്റെ പവിത്രതയിൽ തന്നെ കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ഒരു പെർട്ടിക്കുലർ പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിവാഹം കഴിച്ചു പോകും. അപ്പോൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ടാവും. അതൊന്നും അതിന് തൊട്ട് മുമ്പേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് പോകണ്ട. നമ്മൾ കുറച്ച് ഫ്രണ്ടോട്ട് ജീവിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ കല്യാണവും പ്രണയവും ഒന്നുമല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തലമാണ്. അതിൽ വേറെ ചില ഇമോഷൻസ് ഉണ്ട്, വേറെ ചില കണക്ഷൻസ് ഉണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവും. എനിക്കൊക്കെ ഡിഗ്രി പഠിക്കുന്നവരെയൊന്നും ഒരു ബോധം ഉണ്ടായിരുന്നില്ല, സത്യസന്ധമായി പറയാലോ. PG പഠിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ ബോധമല്ലാന്ന്. ജോലിയിലൊക്കെ കയറി കഴിഞ്ഞ സമയത്താണ് ഫാമിലി ചില ബിഹേവിയറിലും ഇമോഷൻസിലും വാല്യൂസിലൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളത്. സോ ഇറ്റ്സ് എ പ്രോസസ്, ടൈം എടുക്കും. ഞങ്ങളൊക്കെ 90s എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട്, നിങ്ങൾ 20s പോകുന്ന വഴിയിലൊക്കെ കുഴികളാണ്. ഒന്നിൽ വീണാൽ തീർന്ന ജീവിതം. അപ്പോൾ നോക്കിയും കണ്ടും നടക്കുക. ഓക്കെ.